ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, ഞാൻ ജാസ്മിൻ ടീച്ചറാണ്. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് 6 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 അവസാന ഭാഗത്തെ നോട്ട്സാണ് ടീച്ചർ നിങ്ങൾക്ക് തരുന്നത്. മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് കൃഷിഭൂമിയുടെ വിസ്തൃതിയിൽ മാത്രമല്ല പൊതുഭൂവിനിയോഗത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. കാരണമെന്ത്? ഉത്തരം നോക്കാം. സംസ്ഥാനത്തിൻ്റെ പൊതുഭൂവിനിയോഗത്തിലും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുളങ്ങളും വയലുകളും മണ്ണിട്ടു നികത്തി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും കുന്നിടിക്കലും കുന്നിൻ ചെരുവുകളിൽ അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതുമൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. ഇൻ ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കുക. ഇൻ അവർ സ്റ്റേറ്റ് ദ ചേഞ്ചസ് ഇൻ ലാൻഡ് യൂസ് ക്യാൻ ബി സീൻ. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ഇറ്റ്. ഉത്തരം: The general land use of the state has also undergone drastic changes nowadays. Reclamation of paddy fields and ponds for other uses, destruction of fields, and unscientific agriculture practices along the hill slopes etc. have now become widespread in Kerala. രണ്ടാമത്തെ ചോദ്യം മലയാളം മീഡിയംകാർ ശ്രദ്ധിക്കുക. കാർഷിക സംസ്കാരത്തിൽ നിന്ന് മാറിയ മലയാളിയുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? വിശദീകരിക്കുക. പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ചിരുന്നവർ ആയിരുന്നു നമ്മുടെ പഴയ തലമുറ. നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. വരുമാനം കുറഞ്ഞതോടെ കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെട്ടു. പൊതുവെ കായികാധ്വാനം കൂടുതൽ വേണ്ട കൃഷിയിൽ നിന്ന് മലയാളി പതുക്കെ പിന്മാറാൻ തുടങ്ങി. ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും നിരവധി മാറ്റങ്ങളുണ്ടായി. ഇംഗ്ലീഷ് മീഡിയംകാർ ശ്രദ്ധിക്കുക. Lifestyle of the people of Kerala has changed from agrarian culture. What are the changes? Our elder generations worked hard in farms and fields. As new employment arenas developed, the new generation's affinity towards agriculture declined. So some mistake is there, declined. As these sectors offered better returns, agriculture got neglected. Kerala slowly shifted from agriculture, which generally demands more physical exertion. This caused many changes in healthcare and lifestyle of the people. ആ ഡിക്ലൈൻഡിൻ്റെ ഫസ്റ്റ് ഒരു ഡിയും ഇയെ വേണ്ടോ, മറ്റേത് വെട്ടിക്കളഞ്ഞോ മക്കളെ. അടുത്തത്, ഗ്രാമങ്ങൾ നഗരങ്ങളാകുന്നു. നഗര കേന്ദ്രീകൃതമായ ജീവിത രീതിയിലേക്ക് മാറിയ മലയാളികളായി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഇത് ഫലപ്രദമായി എങ്ങനെ നടപ്പിലാക്കാം? വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കാനും പച്ചക്കറിത്തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുമുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇനി നമുക്ക് മുന്നോട്ടു പോകാനാവില്ല. മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗങ്ങൾ പ്രചാരത്തിലുണ്ട്. വീട്ടിലെ മാലിന്യങ്ങൾ അഴുകിപ്പൊടിയുന്നവ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കുകയാണ് മറ്റൊന്ന്. അടുത്ത ചോദ്യം, Villages becomes towns and cities. Now the people of Kerala try to follow urban culture. It creates several problems. Increase of population is an important problem. Now not only cities but also rural areas face the problem of pollution. How can this problem be solved? It is high time we prepared and executed plans to transform the biodegradable waste generated at home into organic manner. This can be used in our vegetable gardens and farms. Today there are many ways to treat waste without the stench. The biodegradable waste generated at home can be used for making vermicompost. Making biogas from biodegradable waste is another method. കൃഷിയെ തിരിച്ചുപിടിക്കാൻ നമുക്ക് എന്തെല്ലാം ബദലുകൾ സ്വീകരിക്കാം? ഒന്നാമത്തെ പോയിന്റ്, ടെറസിന് മുകളിലും മുറ്റത്തും ചാക്കുകളിലോ ഒഴിവാക്കിയ പാത്രങ്ങളിലോ മണ്ണ് നിറച്ച് പച്ചക്കറി കൃഷി ചെയ്യാം. സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാം. കൃഷിക്ക് ആവശ്യമായ വളത്തിന് ജൈവമാലിന്യങ്ങൾ, ചാരം, ചാണകം മുതലായവ ഉപയോഗപ്പെടുത്താം. Instead of traditional method of cultivation, some new methods can be accepted. What are they? Vegetables can be cultivated in sacks or vessels filled with soil and manure, even on the terrace of a house. Even the empty mineral water bottles can be used for it. Students can cultivate vegetables in schools. Make use of organic manners for cultivation. കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഏതെല്ലാം സർക്കാർ ഏജൻസികളാണ് ഉള്ളത്? ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങളാണ് അവ നൽകുന്നത്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന സ്ഥാപനം കൃഷി ചെയ്യാൻ ആവശ്യമായ സഹായങ്ങൾ നൽകുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, ഔഷധ സസ്യങ്ങൾ, തേനീച്ച വളർത്തൽ എന്നിവയ്ക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുന്നു. കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റു നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഗവൺമെൻറ് ഏജൻസീസ് ദാറ്റ് പ്രൊമോട്ട് കൾട്ടിവേഷൻ? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള (VFPCK) help the farmers. State Horticulture Mission, it encourages the production of fruits, vegetables, spices, mushroom, medicinal plants, etc. It also encourages
beekeeping. The Agriculture Department, Kudumbashree Mission and several other agencies help the government in promoting agriculture. ഹരിതഗൃഹ കൃഷി എന്നാൽ എന്ത്? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി. വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്? ഇൻ സെവറൽ കോൾഡ് റീജിയൻസ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഗ്ലാസ് റൂഫ്ഡ് റൂംസ്. ടീച്ചർ 2 പ്രാവശ്യം ഗ്ലാസ് എഴുതുന്ന ഒരു പ്രാവശ്യം മതി കേട്ടോ. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദം ദിസ് മെത്തഡ് ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. അതുപോലെ ഇതിവിടെ ക്യാപിറ്റൽ വേണം കേട്ടോ. ദി മക്കളെ ടി ക്യാപിറ്റൽ വേണം. ദിസ് മെത്തഡ് ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. കൃത്യത കൃഷി എന്നാൽ എന്ത്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണിത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏതു സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. വാട്ട് ഈസ് പ്രിസിഷൻ ഫാമിംഗ്? ദിസ് ഈസ് ദ മെത്തഡ് ഓഫ് ഗിവിംഗ് adequate കെയർ ഫോർ ഈച്ച് ക്രോപ്പ് ആൻഡ് സോയിൽ ടൈപ്പ് precisely at different stages. Any region having ample sunlight and well-drained soil is suitable for precision farming. ഫെർട്ടിഗേഷൻ എന്നാൽ എന്താണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകൾ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. വാട്ട് ഈസ് ഫെർട്ടിഗേഷൻ? Fertigation is the method of giving water and manure drop by drop. As the chemical fertilizers used are completely soluble in water, plants can fast absorb them. Thank you.